പലരും ചോദിച്ചു 2026 മുഹറം 9, 10 നോമ്പുകൾ ഏതൊക്കെ ദിവസമാണ് ഉസ്താദെ പിടിക്കേണ്ടത്? മുഹറം 10 മാത്രം നോമ്പ് പിടിച്ചാൽ മതിയോ? ചില ആളുകൾ പറയുന്നു മുഹറം 9, 10, 11 നോമ്പ് പിടിക്കണമെന്ന്. അതിനെന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? ഇങ്ങനെ പലർക്കും നോമ്പുമായി, മുഹറം മാസത്തിൽ പിടിക്കേണ്ട നോമ്പുമായി ബന്ധപ്പെട്ട് പല സംശയങ്ങളുമുണ്ട്. അതുപോലെ നീയത്തിൽ ചില സംശയങ്ങളൊക്കെ നിരവധി ആളുകൾ ചോദിച്ചിരുന്നു. അതിൻ്റെയൊക്കെ മറുപടി കൃത്യമായി നമ്മുടെ ക്ലാസ്സിൽ പറയുന്നു. കൂട്ടത്തിൽ വിശുദ്ധമായ മുഹറം 9, താസുആ, മുഹറം 10, ആഷൂറ ദിനങ്ങൾ നമ്മളിലേക്ക് ഇതാ കടന്നു വരികയാണ്. ഏതാനും മണിക്കൂറുകൾ മാത്രം എന്ന് തന്നെ പറയാം. അപ്പോ ഇപ്പോഴേ നമ്മൾ ഒരുക്കി വെക്കേണ്ട, ആ സുന്ദരമായ ദിവസങ്ങൾ വരുന്നതിന് മുമ്പ് ഇപ്പോഴേ നമ്മൾ ഒരുക്കി വെക്കേണ്ട, നമ്മൾ ചെയ്തു വെക്കേണ്ട, നമ്മൾ പറയേണ്ട, നമ്മൾ ഓതേണ്ട ചില സൂറത്തുകളുണ്ട്, ആയത്തുകളുണ്ട്, ചില ദിക്റുകളുണ്ട്, അതുപോലെ ചില ഇസ്തിഗ്ഫാറുകളുണ്ട്, ചില കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടതുണ്ട്, ചില കാര്യങ്ങൾ പറഞ്ഞു തീർക്കേണ്ടതുണ്ട്. അതൊക്കെ ഏതൊക്കെയാണെന്ന് വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ആ കൂട്ടത്തിൽ പറയട്ടെ, നിസ്കാരമില്ലാത്ത സഹോദരിമാർ, അവർ ഈ മുഹറം 9, 10 എന്തൊക്കെ അമലുകളാണ് ചെയ്യേണ്ടത്? പലർക്കും വിഷമമാണ്, നോമ്പ് പിടിക്കാൻ പറ്റില്ല, ഞങ്ങൾക്കിനി എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കേട്ടാലോ? ഈ ക്ലാസ് അവസാനം വരെ കാണാനും ഇത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനും ആരും വിട്ടുപോകണ്ട. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന, സ്നേഹ, ആദരവുകൾ കൊണ്ട് അനുഗ്രഹീതരായ നമ്മുടെ ക്ലാസ്സുകളൊക്കെ സ്ഥിരമായി കേൾക്കുന്ന, കമന്റിലൂടെയൊക്കെ ദുആ വസിയ്യത്തായി ഒരുപാട് കാര്യങ്ങൾ അറിയിക്കുന്ന, കമന്റൊന്നും ഞങ്ങൾക്ക് എഴുതാൻ അറിയില്ല ഉസ്താദെ, നിങ്ങൾ ദുആ ഇറക്കണം എന്ന് ഫോണിൽ വിളിച്ചും നേരിട്ട് കണ്ടൊക്കെ പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് എല്ലാവർക്കും ആഫിയത്തും ആരോഗ്യവും തരുമാറാവട്ടെ. എപ്പോഴാണെങ്കിലും നമ്മളൊക്കെ മരിക്കേണ്ടവരാണ്. മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി കെലിമ പറഞ്ഞ് നല്ല സമയത്ത് നല്ല ഇബാദത്ത് ചെയ്യുന്ന അവസ്ഥയിൽ, ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ നിസ്കാരത്തിൽ ദിക്റിന്റെ സദസ്സിൽ വെച്ചൊക്കെ നല്ല മരണം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആരൊക്കെ എന്തൊക്കെ ദുആ ഇറക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടോ എല്ലാം അള്ളാഹു തആല ഈ മുഹറം മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട്, വരുന്ന താസുആ, ആഷൂറ, മുഹറം 9, 10 ദിവസത്തിന്റെ ഒക്കെ ഫളല് കൊണ്ട് അള്ളാഹു എല്ലാ ഹലാലായ മുറാദുകളും ഹാസിലാക്കി തരട്ടെ. വിഷമ പ്രയാസങ്ങൾ മാറ്റി തരട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, നമ്മളെല്ലാവരും ഉള്ളത് പരിശുദ്ധമായ മുഹറം മാസത്തിന്റെ 7ാമത്തെ ദിവസത്തിലാണ്. ഇന്ന് ചൊവ്വാഴ്ച മുഹറം 7 നാളെ ബുധനാഴ്ച മുഹറം 8. അപ്പൊ ഇന്നത്തെ മഗ്രിബോട് കൂടി 8ാം രാവിലേക്ക് നമ്മൾ കടക്കുന്നു. അൽഹംദുലില്ലാഹ്. നാളെ ബുധനാഴ്ച മഗ്രിബോട് കൂടി നമ്മളിലേക്ക് കടന്നു വരുന്നത് താസുആഇന്റെ രാവാൻ, മുഹറം 9 രാവാൻ. വ്യാഴാഴ്ച മഗ്രിബോട് കൂടി നമ്മളിലേക്ക് വരുന്നത് ആഷൂറയിന്റെ, മുഹറം 10 സുന്ദരമായ രാവുകളാണ്. അപ്പൊ ഇനിയുള്ള ദിവസങ്ങൾ, ഇന്നത്തെ ദിവസം, ഇനി വരുന്ന 2-3 ദിവസങ്ങളൊക്കെ വളരെ ശ്രേഷ്ഠതയുള്ള, മഹത്വമുള്ള ദിനങ്ങളാണ്, പകലുകളാണ്, രാത്രികളാണ്. ആ കാര്യം ആരും മറന്നുപോകരുത്. പലരും ചോദിച്ചു ഉസ്താദെ, 2026 മുഹറം 9, 10 നോമ്പുകൾ എന്നാണ് പിടിക്കേണ്ടത്? താസുആ, ആഷൂറ നോമ്പുകൾ ഈ വരുന്ന വ്യാഴാഴ്ച, ഇന്ന് ചൊവ്വയാണ്, നാളെ ബുധൻ, മറ്റന്നാൾ വ്യാഴാഴ്ചയാണ് മുഹറം 9 നോമ്പ് പിടിക്കേണ്ടത്. വെള്ളിയാഴ്ച, വ്യാഴം ശേഷം വെള്ളിയാഴ്ച ദിവസമാണ് നമുക്ക് ഈ വർഷം ആഷൂറയിന്റെ, മുഹറം 10 നോമ്പ് പിടിക്കേണ്ടത്. നമ്മുടെ ഗൾഫ് രാജ്യങ്ങളൊക്കെ നമ്മളെക്കാൾ ഒരു ദിവസം മുന്നിട്ടാണ് അവർ പോകുന്നത്. അത് നിലാവ് കാണുന്നതുമായി ബന്ധപ്പെട്ട ആ ഒരു വ്യത്യാസം സ്വാഭാവികമാണ്. പല രാജ്യങ്ങളിലും പല പ്രദേശങ്ങളിലും പല സമയത്തും അങ്ങനെയൊക്കെ വരാറുണ്ട്. അപ്പൊ എന്തായാലും അൽഹംദുലില്ലാഹ് മുഹറം 9, 10 അതിന്റെ ദിവസങ്ങൾ, രാവുകളൊക്കെ നമ്മളിലേക്ക് വരാനിരിക്കുന്നു. മുഹറം മാസത്തെ പറ്റി നമ്മൾ ഒരുപാട് പറഞ്ഞു അല്ലെ? കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ മുഹറം മാസം, അതിന്റെ ശ്രേഷ്ഠത, അതിന്റെ മഹത്വം ഒക്കെ നമ്മൾ പറഞ്ഞു. ഏറ്റവും വലിയ മഹത്വം, മുഹറം മാസത്തിന്റെ ഏറ്റവും വലിയ മഹത്വം എന്ന് പറഞ്ഞാൽ അത് ഷഹ്റുല്ലാ എന്നതാണ്. ഷഹ്റുല്ലാ, അള്ളാഹുവിന്റെ മാസമാണ്. അള്ളാഹുവിന്റെ മാസം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തി തന്ന മറ്റൊരു മാസത്തെ നമുക്ക് കാണാൻ പറ്റില്ല. ഷഹ്റുല്ലാഹിൽ മുഹറം അല്ലെ? ഷഹ്റുല്ലാഹിൽ മുഹറം, അള്ളാഹുവിന്റെ മാസമാണ് മുഹറം. റസൂലുല്ലാ, ഖലീലുല്ലാ അല്ലെ, സൊഫിയുല്ലാ എന്നൊക്കെ അള്ളാഹുവിലേക്ക് ചേർത്ത് പറയപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ അള്ളാഹുവിലേക്ക് ചേർത്ത് പറയപ്പെട്ടിട്ടുള്ള ഒന്നാണ് എന്ത്? മുഹറം, ഷഹ്റുല്ലാ, അള്ളാഹുവിന്റെ മാസം, മുഹറം മാസം. അൽഹംദുലില്ലാഹ്. ഹിജറ കലണ്ടറിന്റെ പ്രഥമമായ മാസമാണ് ഈ മുഹറം മാസം. ഈ മുഹറം മാസത്തിന്
ഇത്രയും മാസങ്ങൾ മുഹറം, സഫർ, റബീഉൽ അവ്വൽ, റമദാൻ, അതുപോലെ തന്നെ റബീഉൽ അവ്വലും റബീഉൽ ആഖിറും, അതുപോലെ തന്നെ റജബും ദുൽഹിജ്ജ മാസവും ഒക്കെ ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് ഈ മുഹറം മാസത്തെ ഈ അറബിക് കലണ്ടറിന്റെ ആദ്യത്തെ മാസമാക്കി മാറ്റിയത്? അതിന് പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം മുഹറം മാസത്തിൽ പിടിക്കുന്ന നോമ്പാണ് റമദാൻ മാസം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠതയുള്ള നോമ്പ് മുഹറം മാസത്തിൽ പിടിക്കുന്ന നോമ്പാണ്. മാത്രമല്ല ഹാജിമാരൊക്കെ, നമ്മുടെ നാട്ടിൽ നിന്നും ഹജ്ജിനായി പോയിട്ടുള്ള ഹാജിമാർ, അവരൊക്കെ ഹജ്ജ് ചെയ്ത് അവരുടെ ഉമ്മമാർ അവരെ പ്രസവിച്ചതുപോലത്തെ ശുദ്ധ പ്രകൃതിയുമായി നാട്ടിലേക്ക് വരുന്ന ആ ഒരു നല്ല തുടക്കം അവർ ജീവിതത്തിൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു സമയം. അതുപോലെ നാട്ടിലുള്ള നമ്മൾ ഉദ്ഹിയ കർമ്മങ്ങളൊക്കെ നിർവഹിച്ച് നമ്മുടെ പാപങ്ങളെല്ലാം പുറത്ത് അല്ലാഹു തആല തന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു, അല്ലെ? അല്ലാഹു തആല പുറത്തു തരട്ടെ. അങ്ങനെ നല്ലൊരു പുതിയ ജീവിതം തുടങ്ങുകയാണ്. അപ്പൊ അതുകൊണ്ട് അൽഹംദുലില്ലാഹ് മുഹറം മാസം അള്ളാഹു യുദ്ധം ഹറാമാക്കി. ഇനി കോലാഹലങ്ങളിലേക്കൊന്നും പോവണ്ട, നിങ്ങൾ നല്ല രൂപത്തിൽ നിങ്ങളുടെ ജീവിതം തുടങ്ങുക. അതുമാത്രമല്ല, ഈ മുഹറം മാസത്തിലാണ് അല്ലാഹു തആല ഒരുപാട് പ്രവാചകന്മാർക്ക് അവരുടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങളും ഒരുപാട് സമാധാനവും ഒക്കെ കൊടുത്തത്. അതുകൊണ്ട് പുതിയൊരു വർഷം അതൊരു സമാധാനത്തിന്റെ മാസം കൊണ്ടാവട്ടെ, ഒരു ശാന്തിയുടെ മാസം കൊണ്ടാവട്ടെ, ഒരു സന്തോഷത്തിന്റെ മാസം കൊണ്ടാവട്ടെ എന്ന് അല്ലാഹു തആല തീരുമാനിച്ചു. അതുകൊണ്ടാണ് നമുക്ക് മുഹറം മാസം ഈ ഹിജ്റ കലണ്ടറിന്റെ പ്രഥമമായ മാസമാകാൻ കാരണമായിട്ടുള്ളത്. അപ്പോ വിശുദ്ധമായ ഈ മുഹറം മാസത്തിൽ നമ്മൾ ഒരുപാട് സൽക്കർമ്മങ്ങളൊക്കെ ചെയ്തു. അൽഹംദുലില്ലാഹ് മുഹറം ഒന്നാമത്തെ രാവിലും പകലിലുമായിട്ട് നമ്മൾ എന്ത് ചെയ്തു? 113 പ്രാവശ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എഴുതി വെച്ചു. അതുപോലെ തന്നെ നമ്മൾ ആയത്തുൽ കുർസി 360 പ്രാവശ്യം ഓതിയിട്ടുണ്ട്. സൂറത്തുൽ ഇഖ്ലാസ് ധാരാളമായി ഓതിയിട്ടുണ്ട്. ഒരുപാട് കണ്ട് ഇസ്തിഗ്ഫാർ പറഞ്ഞിട്ടുണ്ട്. മുഹറം ഒന്നാമത്തെ ദിവസം മുതൽ ഇന്നത്തെ ദിവസം വരെ നോമ്പ് പിടിച്ചിട്ടുള്ള ഒരുപാട് സഹോദരിമാരും സഹോദരങ്ങളുമുണ്ട്. ഇന്നിപ്പോ ചൊവ്വാഴ്ചയാണ്, ഇന്ന് നോമ്പ് പിടിച്ചവർ, ഇന്നലെ തിങ്കളാഴ്ച, ഇന്നലെ നോമ്പ് പിടിച്ചവർ, ഇനി നാളെ നോമ്പ് പിടിക്കാൻ ആഗ്രഹിക്കുന്നവര്. അപ്പൊ ഇപ്പൊ തന്നെ നിങ്ങൾ ഇന്നത്തെ രാത്രി തന്നെ നിയ്യത്ത് വെക്കുക, നാളെ ബുധനാഴ്ച. അപ്പോ മുഹറം മാസത്തിൽ നിന്നുള്ള സുന്നത്തായ ഒരു നോമ്പ് അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു എന്നുള്ള നിയ്യത്ത് ഇന്നത്തെ രാത്രി തന്നെ നിങ്ങൾ വെക്കുക. ഇനിയിപ്പോ വ്യാഴാഴ്ച, വെള്ളിയാഴ്ച താസുആഇന്റെയും ആശുറാഇന്റെയും ഒക്കെ ആ നോമ്പിന്റെ നിയ്യത്തൊക്കെ ഇൻഷാ അല്ലാഹ് വരുന്ന ക്ലാസ്സിൽ നമുക്ക് നല്ല രൂപത്തിൽ പറയാം. അപ്പൊ ഈ മുഹറം മാസത്തിൽ ഒരുപാട്, ഞാൻ പറഞ്ഞല്ലോ, ഈ മുഹറം മാസത്തിന് ഇത്രമാത്രം പ്രത്യേകത ഉണ്ടാവാനുള്ള കാരണം ഒരുപാട് പ്രവാചകന്മാർക്ക് അല്ലാഹു തആല അവരുടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങൾ കൊടുത്തതാണ്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷമുണ്ടായി, അല്ലെ? മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഏറ്റവും വലിയ സന്തോഷം ഫിർഔനിന്റെയും കിങ്കരന്മാരുടെയും ആ ഉപദ്രവത്തിൽ നിന്നും അല്ലാഹു തആല രക്ഷപ്പെടുത്തിയെന്നാണ്. ഏകദേശം 355 കിലോമീറ്റർ ആണ് ഈ റെഡ് സീ ചെങ്കടലിന് ഉള്ളത്. ചെങ്കടലിന്റെ വീതി എന്ന് പറഞ്ഞാൽ 355 കിലോമീറ്റർ. ഏകദേശം തിരുവനന്തപുരം മുതൽ കോഴിക്കോട് അപ്പുറം വരെയുള്ള ആ ഒരു വീതിയാണ് ഈ ചെങ്കടലിന് ഉള്ളത്. അപ്പോൾ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമും അനുയായികളും ഈ ഫിർഔനിന്റെ ഉപദ്രവത്തിൽ നിന്നും അവന്റെ ഷർറിൽ നിന്നും ഓടി രക്ഷപ്പെട്ട അള്ളാഹുവിന്റെ തീരുമാന പ്രകാരം അവരിങ്ങനെ പലായനം ചെയ്ത് മറ്റൊരു നാട്ടിലേക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുകയാണ്. അപ്പോ ഫിർഔനും കൂട്ടരും ഇങ്ങനെ പുറകെ വരുന്നുണ്ട്. അപ്പൊ അവരിൽ നിന്നും ഒക്കെ രക്ഷപ്പെട്ടിട്ടാണ് ഇവർ ചെല്ലുന്നത് ചെങ്കടലിന്റെ മുഖത്തേക്കാൻ, ചെങ്കടലിന്റെ തീരത്തേക്കാൻ. എങ്ങോട്ട് പോകണമെന്നറിയില്ല, പരന്നു കിടക്കുന്ന കടലാണ്. അങ്ങോട്ട് പിറകിലേക്ക് നോക്കുമ്പോൾ ഫിർഔനും അവന്റെ കൂട്ടരും കൊല്ലാൻ വേണ്ടി ഇങ്ങനെ ആഞ്ഞു തുനിഞ്ഞു വരുന്നുണ്ട്. ആ സമയത്താണ് വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നുണ്ടല്ലോ, മൂസ നബിയെ, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ആ വടി അതുകൊണ്ട് നിങ്ങൾ ആ കടലിൽ അടിക്കുക. മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം അതുകൊണ്ട് കടലിൽ അടിച്ചു. ഉടൻ തന്നെ അല്ലാഹുവേ, വല്ലാത്തൊരു അത്ഭുതമാണ് ഖുർആൻ പറയുന്നുണ്ട്. വലിയ പർവ്വതങ്ങളെ പോലെ, വലിയ പർവ്വത സമാനമായിട്ട് ആ തിരകൾ, ആ വെള്ളം, ആ തിരമാലകളൊക്കെ മാറി നിന്നു. വിശാലമായ ഒരു നടപ്പാത, വിശാലമായ ഒരു വഴി, ഒരു റോഡ്, ഒരു ഹൈവേ എന്ന് തന്നെ പറയാം, അല്ലാഹു തആല അവർക്ക് ഒരുക്കി കൊടുത്തു. അവർ വേഗത്തിൽ അതിലൂടെ കടന്ന് മറുകര എത്തിയെന്നാണ്. അവർ മറുകര എത്തി. അപ്പോഴേക്കും ഫിർഔനും കിങ്കരന്മാരും അവരെത്തി. അവരും അതിന്റെ കൂടെ അങ്ങോട്ട് പോവുകയാണ്. നടുക്കിലെത്തിയപ്പോൾ അല്ലാഹു തആല അവരെ മുക്കി നശിപ്പിച്ചു കളഞ്ഞു എന്നാണ്. ചരിത്രം വിശാലം. ഏകദേശം 3500 വർഷം മുമ്പ് നടന്ന ചരിത്രമാണിത്. ഏകദേശം 355 കിലോമീറ്റർ വീതിയായിരുന്നു ആ കടലിന് ഉണ്ടായിരുന്നത് എന്നൊക്കെ നമുക്ക് ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ വിശാലമായ ആ ഒരു ചരിത്രം നമ്മളിപ്പോൾ തൽക്കാലം പറയുന്നില്ല. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും അനുയായികളെയും അല്ലാഹു തആല രക്ഷപ്പെടുത്തിയത് ഈ ഒരു ഇതുപോലത്തെ ഒരു മുഹറം മാസത്തിലാണ്. അതുപോലെ തന്നെ ഒരുപാട് അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഇദ്രീസ് നബി അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം, ആദം നബി അലൈഹിസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാം, സുലൈമാൻ നബിയും യൂസുഫ് നബിയും, അതുപോലെ തന്നെ യൂനുസ് നബി, ഇങ്ങനെ ഒരുപാട് പ്രവാചകന്മാർക്ക്
അള്ളാഹു ഒരുപാട് സൗഭാഗ്യങ്ങൾ കൊടുത്ത ഒരു മാസമാണ് മുഹറം മാസം. അൽഹംദുലില്ലാഹ്. അപ്പൊ മുഹറം മാസത്തിന്റെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് മുഹറം 9, 10. ആ 9, 10 ദിവസങ്ങൾ നമ്മളിലേക്ക് ഇതാ വരുന്നു. ഏതൊക്കെ ദിവസം? വ്യാഴം, വെള്ളി ദിവസങ്ങളാണ്. ആ ദിവസത്തിൽ നമ്മൾ ചെയ്യേണ്ട, ആ ദിവസത്തിൽ എന്നല്ല ഇപ്പോഴേ നമ്മൾ ഒരുക്കി വെക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിൽ ഒരു 5 കാര്യമാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ത്? നോമ്പ് പിടിക്കുക എന്നുള്ളത്. മുഹറം മാസത്തിലെ നോമ്പിന് അള്ളാഹുവേ എത്ര പ്രത്യേകതയാണെന്നറിയോ? എത്ര ശ്രേഷ്ഠതയാണ്. മുഹറം 9, 10 നോമ്പിനൊക്കെ ഒരുപാട് പ്രതിഫലമാണ്. അതല്ലാതെ മുഹറം മാസം മുഴുവനും നമുക്ക് നോമ്പ് പിടിക്കാം. മുഹറം 1 മുതൽ 30 വരെ അല്ലെങ്കിൽ 29 വരെ തുടർച്ചയായിട്ട് നോമ്പ് പിടിക്കാൻ ആരോഗ്യമുള്ളവർക്ക് നോമ്പ് പിടിക്കാം. അതും സുന്നത്താണ്, നല്ലതാണ്. ഇനിയോ മഹാന്മാര് പറയുന്നു അങ്ങനെ പിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ മുഹറം 1 ഇടവിട്ട ദിവസം, 1-ാമത്തെ ദിവസം പിടിച്ചു, 2-ാമത്തെ ദിവസം പിടിച്ചില്ല, 3-ാമത്തെ ദിവസം പിടിച്ചു, 4-ാമത്തെ ദിവസം പിടിച്ചില്ല, 5-ാമത്തെ ദിവസം പിടിച്ചു, 6-ാമത്തെ ദിവസം, അങ്ങനെ ഇടവിട്ടിട്ട് നോമ്പ് പിടിക്കാം. അല്ലെങ്കിലോ മുഹറം 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ കൃത്യമായിട്ട് നമുക്ക് നോമ്പ് പിടിക്കാം. ഇനി അതുമല്ലെങ്കിൽ മുഹറം 9, 10, 11 അങ്ങനെ 3 ദിവസമായിട്ട് നമുക്ക് നോമ്പ് പിടിക്കാം. അല്ലെങ്കിൽ മുഹറം 9, 10 ആ 2 ദിവസം നമുക്ക് നോമ്പ് പിടിക്കാം. ഇനി ഒന്നിനും പറ്റുന്നില്ലെങ്കിൽ മുഹറം 10-ലെങ്കിലും നോമ്പ് പിടിച്ചിരിക്കുക. ഇതാണ് മുഹറം മാസത്തിന്റെ നോമ്പ് പിടിക്കുന്നതിന്റെ ആ ഒരു പാറ്റേൺ. അതാണ്. അപ്പൊ ഏറ്റവും നല്ലത് ഏതാണ്? മുഹറം 1 മുതൽ 10 വരെ പിടിക്കുന്നതാണ്. ഇനി അങ്ങനെ പിടിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ മുഹറം 9, 10, 11. ആ മുഹറം 10 മാത്രമല്ല, അതിന്റെ ഇപ്പുറത്തും അപ്പുറത്തുമുള്ള ദിവസം 9, 10, 11 അങ്ങനെ ദിവസം, ആ ദിവസങ്ങളിൽ നമുക്ക് നോമ്പ് പിടിക്കാം. അല്ലെങ്കിൽ അങ്ങനെ പിടിക്കാൻ പറ്റാത്തവർക്ക് മുഹറം 9, 10 2 ദിവസം, വ്യാഴം, വെള്ളി ദിവസം പിടിക്കാം. ഇനി അതും പറ്റുന്നില്ലെങ്കിൽ വെള്ളിയാഴ്ച മുഹറം 10ന്റെ നോമ്പെങ്കിലും നമ്മൾ പിടിച്ചിരിക്കുക. ആദ്യകാലത്ത് പരിശുദ്ധമായ ഇസ്ലാമിൽ ഈ മുഹറം മാസത്തിന്റെ 10-ാമത്തെ ദിവസത്തിലെ നോമ്പ് നിർബന്ധമായിരുന്നു എന്നാൽ പിന്നീടാണ് അത് സുന്നത്തിലേക്ക് വന്നത്. മുഹറം മാസത്തിന്റെ നോമ്പിന്റെ പ്രതിഫലമായിട്ട് ഒരുപാട് മഹാന്മാര് പഠിപ്പിച്ചിരുന്നുണ്ട്, ഒരുപാട് ശ്രേഷ്ഠതകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ടല്ലോ, കഴിഞ്ഞുപോയതും അതുപോലെ തന്നെ വരാനിരിക്കുന്നതുമായ വർഷത്തെ പാപങ്ങൾ പൊറുക്കും ഏത് നോമ്പ് പിടിച്ചാൽ? അറഫ നോമ്പ് പിടിച്ചാൽ. അതുപോലെ തന്നെ ഒരുപാട് തെറ്റുകൾ, മനുഷ്യൻ എത്രമാത്രം തെറ്റുകൾ ചെയ്തിട്ടുണ്ടോ അതൊക്കെ പൊറുക്കാൻ ഈ മുഹറം മാസത്തിലെ ഒരു നോമ്പ് കൊണ്ട് പറ്റുമെന്നാണ്. അങ്ങനെ ഒരുപാട് പ്രതിഫലമുണ്ട്. 60 മാസത്തെ നോമ്പിന്റെ പ്രതിഫലം എന്നൊക്കെ അങ്ങനെ ഒരുപാട് കിതാബുകളിൽ ഒരുപാട് പ്രതിഫലങ്ങൾ ഈ മുഹറം മാസത്തിന്റെ നോമ്പിൽ നമുക്ക് കാണാൻ പറ്റും. അൽഹംദുലില്ലാഹ്. അപ്പൊ എല്ലാവരും നോമ്പുകാരായിരിക്കുക. നോമ്പ് പിടിക്കാൻ പറ്റുന്നവർ നോമ്പ് പിടിക്കുക. 2-ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പരമാവധി ദിക്റുകൾ അധികരിപ്പിക്കുക. ദിക്റുകൾ ധാരാളമായിട്ട് ചൊല്ലുക. ദിക്റുകൾ കൊണ്ടാണ് പല പ്രവാചകൻ, ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് പ്രവാചകന്മാർക്ക് അല്ലാഹു തആല ഒരുപാട് നന്മകൾ കൊടുത്ത, ഒരുപാട് വിജയങ്ങൾ കൊടുത്തൊരു മാസമാണെന്ന്. ആ വിജയങ്ങൾ കിട്ടാനുള്ള കാരണം, അതിന്റെ പിറകിലുള്ള കാരണം തന്നെ അവർ ചൊല്ലിയ ചില ദിക്റുകളാണ്. മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ചൊല്ലിയ ദിക്ർ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ആ ദിക്ർ നമുക്കറിയാം. അതുപോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ ഹസ്ബിയല്ലാഹു വ നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ, അങ്ങനെയും പറയാം. അല്ലെങ്കിൽ ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ, 2 രൂപത്തിലും പറയാം. ഏത് രൂപത്തിൽ പറഞ്ഞാലും കുഴപ്പമില്ല. ആ ദിക്ർ പറയുക. അതുപോലെ തന്നെ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ആ ദിക്ർ ഒരുപാട് നേട്ടമുള്ളതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അതിനും ഒരുപാട് നേട്ടങ്ങളുണ്ട്. അതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ, അതിനും ഒരുപാട് ശ്രേഷ്ഠതയാണ്. പിന്നെ ധാരാളമായി ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക. അല്ലെ, അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം. അല്ലാഹുവിനെ എല്ലാ സമയത്തും ഇഷ്ടമുള്ള ഒരു പ്രവൃത്തി, അള്ളാന്റെ അടിമയാകുന്ന ഞാനും നിങ്ങളൊക്കെ ഇസ്തിഗ്ഫാർ പറയൽ പടച്ചവന് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഇസ്തിഗ്ഫാർ ധാരാളമായിട്ട് പറയേണ്ട ഒരു മാസം, ദിവസങ്ങളൊക്കെയാണ് നമ്മളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ പിണക്കങ്ങൾ മാറ്റണേ. പിണക്കങ്ങൾ, വഴക്കുകളൊക്കെ ഉണ്ടാകും. അതൊക്കെ പറഞ്ഞു തീർക്കാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങോട്ട് പറഞ്ഞു തീർക്കുക. പൊരുത്തപ്പെട്ട് കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ പൊരുത്തപ്പെട്ട് കൊടുക്കുക. ഇനി സാമ്പത്തികമായ എന്തെങ്കിലും ഇടപാടുകളൊക്കെ ആണെങ്കിൽ അത് പറഞ്ഞു തീർക്കുക, അത് കൊടുത്തു തീർക്കുക. പിണക്കം വെച്ചുകൊണ്ടിരിക്കരുത്. ഏത് സമയത്താണ് മരിച്ചു പോവാന്ന് പറയാൻ പറ്റൂല. അങ്ങനെ പിണങ്ങിയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് മരിച്ചു പോകുന്നതെങ്കിൽ നമ്മുടെ അമലുകളൊന്നും അല്ലാഹു തആല കബൂൽ ചെയ്യില്ല. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് പിണക്കങ്ങളും നമ്മുടെ ഭാഗം ക്ലിയർ ആക്കുക. ഒരു സലാം പറഞ്ഞേക്കുക. അവർ മടക്കട്ടെ മടക്കാതിരിക്കട്ടെ, അത് നമ്മുടെ വിഷയമല്ല. നമ്മൾ പടച്ചോന്റെ അടുക്കൽ ചെല്ലുമ്പോൾ നീ എന്താണ് മിണ്ടാതിരുന്നത് എന്ന് ചോദിക്കും. പടച്ചോനെ ഞാൻ മിണ്ടാൻ വേണ്ടി അങ്ങോട്ട് പോയതാണ്, ഞാൻ സലാം പറഞ്ഞതാണ് എന്ന് നമുക്ക് പറയാൻ പറ്റണം. അതുകൊണ്ട് നമ്മുടെ ഭാഗം നമ്മൾ ക്ലിയർ ആക്കുക.
അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിൽ വിശാലത ചെയ്യുക. മുഹറം 9, 10 മാത്രമല്ല, എല്ലാ ദിവസവും നമ്മുടെ കുടുംബത്തിൽ വിശാലത എന്ന് പറഞ്ഞാൽ മക്കളോട്, നമ്മുടെ മരുമക്കളോട്, പേരക്കുട്ടികളോട്, നമ്മുടെ ഭാര്യയോട്, ഉമ്മയുണ്ട്, വാപ്പയുണ്ട്, ഭർത്താവുണ്ട്, എല്ലാവരോടും ഒരു സ്നേഹത്തോടെ വരും. എപ്പോഴും അത് വേണം. പ്രത്യേകിച്ച് ഈ ഒരു ദിവസങ്ങളിലേക്ക്, ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ കുടുംബത്തോട് നല്ല രൂപത്തിൽ പെരുമാറുക. അവർക്ക് വേണ്ട നല്ല ഭക്ഷണങ്ങൾ, നോമ്പ് തുറക്കാനൊക്കെ നല്ല പത്തിരി ഇറച്ചി, അല്ലെങ്കിൽ എന്താണ് അവർ ചോദിക്കുന്നത് എന്താണോ ഭക്ഷണം, അല്ലാതെ കഞ്ഞിയും വേറെ വാക്കരുതെന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. നമുക്ക് നല്ല ഭക്ഷണം ഏതാണ്? ഇപ്പൊ എല്ലാവർക്കും തൃപ്തിയുള്ള ഭക്ഷണം ഇനിയിപ്പോ നല്ല ചൂട് കുത്തരി കഞ്ഞിയും, അതുപോലെ തന്നെ നല്ല മുരുമരാന്നിരിക്കുന്ന ഈ ഇതുണ്ടല്ലോ ചെറുപയറും ഒക്കെ ഇട്ടിങ്ങനെ മിക്സ് ആക്കിയിട്ട് കഴിക്കുന്ന നല്ല ടേസ്റ്റാണ്. അപ്പൊ അങ്ങനെയാണ് ഒരു കുടുംബത്തിൽ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ അങ്ങനെ വെക്കാം. അതും ഒരു കുടുംബത്തിൽ വിശാലത. അല്ലാതെ എല്ലാ ദിവസവും ഇറച്ചി തന്നെ വാങ്ങി കൊടുക്കണം എന്നൊന്നുമല്ല. ഈ വിശാലത ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എല്ലാ ദിവസവും ഇറച്ചി വേണം എന്നൊന്നും അല്ല കേട്ടോ. കുടുംബത്തിൽ എല്ലാവർക്കും ഇഷ്ടമുള്ള ഭക്ഷണം ഏതാണോ അത് നമ്മളെ കൊണ്ട് പറ്റുമെങ്കിൽ അത് വാങ്ങി കൊടുക്കുക. നമ്മുടെ മക്കളെ കൊണ്ട് നോമ്പ് പിടിപ്പിക്കുക. നമ്മൾ മാത്രം പിടിച്ചാൽ പോരാ, നമ്മുടെ മക്കളെ കൊണ്ട് നോമ്പ് പിടിപ്പിക്കുക. സ്കൂളിൽ പോകുന്ന കുട്ടികളാണ്, അപ്പോൾ വലിയ കുട്ടികളാണെങ്കിൽ അവരെ കൊണ്ട് നോമ്പ് പിടിപ്പിക്കുക. പിന്നെ വിശുദ്ധമായ ഖുർആൻ പാരായണം മറന്നു പോകരുത്. ആ ഖുർആൻ പാരായണം സൂറത്ത് യാസീൻ, അതുപോലെ സൂറത്ത് വാഖിയായും, അത് നമുക്ക് അറിയാവുന്ന സൂറത്തുകളൊക്കെ ധാരാളമായിട്ട് ഓതുക. സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഒരുപാട് കണ്ടോതുക. എത്രമാത്രം ഒരു ദിവസം കുറഞ്ഞത് 10 പ്രാവശ്യമെങ്കിലും സൂറത്തുൽ ഇഖ്ലാസ് ഓതണമെന്നാണ്. ഒരാള് ഒരു ദിവസം 10 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ അന്നത്തെ ദിവസം അല്ലാഹു തആല അവനിക്ക് സ്വർഗ്ഗത്തിൽ ഒരു വീട് പണിത് വെക്കുമെന്നാണ്. അപ്പൊ എത്ര ദിവസം അവൻ ഓതുന്നോ അത്രയും ദിവസത്തിന് അവൻ അല്ലാഹു തആല ഓരോ വീടുകൾ അവനിക്ക് ഇങ്ങനെ പണിത് വെക്കുമെന്നാണ്. ചില ആളുകൾ സ്വർഗ്ഗത്തിൽ കടക്കുമ്പോൾ വിശാലമായ ഒരു മൈതാനം നിറച്ചിങ്ങനെ വീടുകളായിരിക്കും. എന്താ കാരണം? അവർ ഓരോ ദിവസവും ഓതുന്ന സൂറത്തിൽ ഒറ്റ പ്രാവശ്യമല്ല, ഒരു ദിവസം 10 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഓതുക. പിന്നെ മുഹറം മാസമാണ്, ആയത്തുൽ കുർസി ധാരാളമായിട്ട് ഓതാൻ വിട്ടുപോകണ്ട. അതോടൊപ്പം തന്നെ നമ്മുടെ സൂറത്ത് തൗബയുടെ അവസാനത്തെ 2 ആയത്ത്, ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും, വളരെയധികം എഫക്റ്റീവായ 2 ആയത്തുകളാണ്. അതും ഓതാൻ വിട്ടുപോകരുത്. പരമാവധി ഇങ്ങനെ ദിക്റുകൾ, ഔറാദുകളൊക്കെ പറയുക. മറ്റുള്ളവരുടെ കുറ്റം പറയുന്നത്, കുറവ് പറയുന്നത്, മറ്റുള്ളവരെ പറ്റി ഏഷണി പറയുന്നത്, പരദൂഷണം പറയുന്നത്, അതൊക്കെ നിർത്തിവെക്കുക, അതൊക്കെ മാറ്റുക. ഇനി പുതിയ വർഷമാണ്, നല്ലൊരു ജീവിതം നമ്മൾ നയിക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെല്ലാവരെയും നന്നാക്കി തരുമാറാവട്ടെ. നമ്മുടെ സ്വഭാവങ്ങളൊക്കെ അല്ലാഹു തആല നല്ല സ്വഭാവമാക്കി തരുമാറാവട്ടെ. അതോടൊപ്പം തന്നെ നമ്മുടെ മരണപ്പെട്ടു പോയ വാപ്പ, ഉമ്മ, അവരുടെയൊക്കെ ഖബർ സിയാറത്ത് ചെയ്യാൻ ആണുങ്ങൾ മറന്നു പോവേണ്ട. പെണ്ണുങ്ങളൊക്കെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് പോയെന്നും വേണ്ട. വീട്ടിൽ തന്നെ ഇരുന്നിട്ട് ഉമ്മാക്കും വാപ്പാക്കൊക്കെ വേണ്ടി മരണപ്പെട്ട ഭർത്താവ് ഉണ്ടാവും, അതുപോലെ മാതാപിതാക്കൾ ഉണ്ടാകും, സഹോദരിമാര്, സഹോദരങ്ങൾ, മാമന്മാർ, കൊച്ചാപ്പന്മാരൊക്കെ ഉണ്ടാവും. അവർക്ക് വേണ്ടി വീട്ടിൽ തന്നെ ഇരുന്നിട്ട് ഫാത്തിഹ ഓതിയോ യാസീൻ ഓതിയിട്ടോ അവർക്ക് വേണ്ടി ദുആ ചെയ്താൽ മതിയാകുന്നതാണ്. അപ്പൊ ഈ 5 കാര്യം നമ്മൾ മറന്നു പോവേണ്ട. വിശുദ്ധമായ മുഹറം മാസത്തിന്റെ 9, 10 ദിവസങ്ങളൊക്കെ വരാനിരിക്കുന്നു. പല സഹോദരന്മാരും ഇപ്പോഴേ വിഷമത്തിലാണ്. ഉസ്താദേ, ഞങ്ങൾക്ക് വരുന്ന മുഹറം 9, 10 താസുആയിനും ആശുറായിനും ഞങ്ങൾക്ക് നോമ്പ് പിടിക്കാൻ പറ്റില്ല, ഞങ്ങൾക്ക് നിസ്കാരം ഉണ്ടാവൂല. വിഷമിക്കേണ്ട, ഒരു പ്രയാസവും വേണ്ട. ഇത് അല്ലാഹു തആല നമുക്ക് തരുന്ന ഒരു പരീക്ഷണമാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് മുഹറം 9, 10 നോമ്പ് പിടിക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഈ മുഹറം മാസം അവസാനിക്കുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു 2 ദിവസം നിങ്ങൾ, അത് വ്യാഴാഴ്ചയാവട്ടെ അല്ലെങ്കിൽ തിങ്കളാഴ്ചയാവട്ടെ, അങ്ങനെ പിടിച്ചാൽ ആ നോമ്പിന്റെ നിയത്ത് കൂടി നമുക്ക് വെക്കാൻ പറ്റുമല്ലോ. വരുന്ന ഏതെങ്കിലും ഒരു ദിവസം വ്യാഴാഴ്ചയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തിങ്കളാഴ്ചയോ നിങ്ങൾ പറ്റുന്ന പോലെ നോമ്പ് പിടിക്കാം. നോമ്പ് പിടിക്കുമ്പോൾ നിയത്ത് വെക്കുക. എങ്ങനെ? നിങ്ങൾക്ക് ആ സമയത്ത് നിസ്കാരമില്ലാത്ത ഉമ്മമാരാണ് കേട്ടോ. നിങ്ങൾക്ക് നിസ്കാരമൊക്കെ വന്നതിന് ശേഷം ഈ മുഹറം മാസത്തിൽ തന്നെ ഈ പിടിക്കാൻ പറ്റാതെ പോയ മുഹറം 9, 10 നോമ്പിന്റെ നിയത്താണ് ഈ പറഞ്ഞു തരുന്നത്. ഇനി വരുന്ന ഏതെങ്കിലും ഒരു ദിവസം വ്യാഴാഴ്ചയാണ് നിങ്ങൾ നോമ്പ് പിടിക്കുന്നതെങ്കിൽ വ്യാഴാഴ്ച ദിവസത്തിലെ സുന്നത്തായ നോമ്പ് അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു. അതോടൊപ്പം തന്നെ മുഹറം മാസത്തിൽ നിന്നുള്ള സുന്നത്തായ ഒരു നോമ്പ് അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ അനുഷ്ഠിക്കുന്നു. ആ കൂട്ടത്തിൽ എനിക്ക് പിടിക്കാൻ പറ്റാതെ പോയ മുഹറം 9 സുന്നത്തായ നോമ്പ് അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ അനുഷ്ഠിക്കുന്നു എന്ന നിയ്യത്ത് നിങ്ങൾ എപ്പോഴാണോ പിടിക്കുന്നത്, ഇനി മുഹറത്തിൽ തന്നെ പിടിക്കണമെന്നില്ല, സഫറിൽ പിടിച്ചാലും മതി, അപ്പോഴും ഈ നിയ്യത്ത് നിങ്ങൾക്ക് വെച്ചാൽ ഇൻഷാ അല്ലാഹ് അതിന്റെ പ്രതിഫലം കിട്ടുന്നതാണ്. ഇനി മുഹറം 10 നോമ്പ് പിടിക്കാൻ പറ്റാത്തവർ ഇങ്ങനെ ഖളാ വീട്ടും. നിങ്ങൾ ഏതെങ്കിലും മറ്റൊരു ദിവസം നോമ്പ് പിടിക്കുകയാണെങ്കിൽ എനിക്ക് പിടിക്കാൻ പറ്റാതെ പോയ മുഹറം 10 ആശുറാന്റെ സുന്നത്തായ നോമ്പ് അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു എന്ന് നിയ്യത്ത് വെച്ചാൽ മതി. ഇനിയിപ്പോ ഈ നിസ്കാരമില്ല എന്ന് പറഞ്ഞ് ഒന്നും ചെയ്യാതെ അവിടെ ഇരിക്കരുത്. ഇപ്പൊ നമ്മൾ ഒരുപാട് ദിക്റുകളൊക്കെ പറയുന്നുണ്ട്. ആ ദിക്റുകൾ, ഒരുപാട് ദിക്റുകൾ, സ്വലാത്തുകൾ, ഇസ്തിഗ്ഫാറുകൾ, അതൊക്കെ ധാരാളമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നിസ്കാരമില്ല എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട കാര്യം ഇല്ല. ഇനിയുള്ള ഓരോ സെക്കൻഡിലും ഒരുപാട്
നേട്ടങ്ങൾ നമുക്ക് കൊയ്തെടുക്കാൻ പറ്റുന്ന സമയങ്ങളാണ്. സമയം നഷ്ടപ്പെടുത്താനില്ല. പരമാവധി ദിക്ർ, സ്വലാത്ത് ധാരാളമായിട്ട് പറയുക. കാരണം വെള്ളിയാഴ്ച രാവ്, വെള്ളിയാഴ്ച പകൽ എന്നൊക്കെ പറഞ്ഞാൽ സുന്ദരമായ ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന മുഹറം 9, 10 ദിവസങ്ങളൊക്കെയാണ്. ധാരാളമായിട്ട് സ്വലാത്ത് ഇപ്പോഴേ പറഞ്ഞു തുടങ്ങുക. ആരൊക്കെ നമ്മളോട് ദുആരക്കാനൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടോ, അള്ളാഹു എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദുകളും ഒക്കെ ഹാസിലാക്കി കൊടുക്കുമാറാവട്ടെ. വേദനകളും വിഷമങ്ങളും സങ്കടങ്ങളും അള്ളാഹു തആല ദൂരീകരിച്ചു കൊടുക്കുമാറാവട്ടെ. എല്ലാവിധത്തിലുള്ള അസ്വസ്ഥതകൾ, അസുഖങ്ങൾ, അസൂയ എല്ലാത്തിനും തൊട്ടും അള്ളാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.